വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രധാന അധ്യാപികൻ ഷീജ ടീച്ചർ, മാനേജ്മെൻറ്റ് പ്രതിനിധി രജീഷ് സാർ, എല്ലാവർക്കും നമോവാക്കാം. ജൂൺ 21 യോഗാ ദിനം, അന്തർദേശീയ യോഗാ ദിനം. പക്ഷേ ഈ ഒരു വർഷം ഈ യോഗാ ദിനത്തിന് അതിപ്രാധാന്യമുണ്ട്. കാരണം എന്താ? ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നിന്നാണ് മാനവ സമൂഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, COVID-19 ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. കുറേ ആളുകൾക്ക് അതിൻ്റെ ദുരിതം അനുഭവിക്കും, അതായത് പാർശ്വഫലങ്ങൾ അനുഭവിക്കും. അതോടനുബന്ധിച്ച് മറ്റ് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വീടിൻ്റെ 4 ചുമരിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു. അവർക്ക് വീട് മാത്രം പോരാ, രക്ഷിതാക്കൾ മാത്രം പോരാ, അച്ഛനമ്മ മാത്രം പോരാ, നമുക്ക് പുറമെ ഇറങ്ങി കൂട്ടുകാരത്ത് കളിക്കാൻ സൗകര്യം വേണം, വിദ്യാലയത്തിൽ ഇടപെടാൻ സൗകര്യം വേണം, അധ്യാപകർക്ക് ഇടപെടാൻ സൗകര്യം കിട്ടണം, സാമൂഹിക ബന്ധങ്ങൾ വേണം. അപ്പോഴേ നമുക്കൊരു മനുഷ്യനാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റപ്പെടലാണ്. അത് രക്ഷിതാക്കൾക്കുണ്ട്, പ്രത്യേകിച്ച് അധ്യാപകർക്കുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലുണ്ടാകുന്ന ഒരു അന്തരീക്ഷം തന്നെ അത് വലിയൊരു അന്തരീക്ഷം തന്നെയാണ്. നമുക്കത് ആ ഒരു അവസ്ഥ കിട്ടാനാണ് ഇനി ഏറെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ ഈ ഒരു അവസ്ഥയിൽ മാനസിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇനി എന്താണ് ഇത് മറികടക്കാനുള്ള മാർഗം? ഇങ്ങനെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നാണ്? ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് മാനസിക രക്ഷിതാക്കളുണ്ട്, അധ്യാപകർ. എങ്ങനെ നമുക്കിത് മറികടക്കാം? അതിനുള്ള മാർഗം ഇന്ന് കണ്ടതിൽ വെച്ച് അത്യുത്തമമായ മാർഗം യോഗ പരിശീലനം തന്നെയാണ്. യോഗ പരിശീലനത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്, ഒന്ന്, നമ്മളിന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കും. ഒന്നതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മറികടക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്കറിയാം, മാനസിക സംഘർഷം കൊണ്ട് നിരവധി രോഗങ്ങൾ വരുന്നുണ്ട്. ആ രോഗങ്ങളെ മറികടക്കാൻ നമുക്ക് യോഗ പരിശീലനം തന്നെയാണ് അത്യുത്തമം. പിന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ പഠന കാര്യങ്ങളിൽ നമുക്ക് പിന്നോട്ട് പോകുന്നൊരവസ്ഥ. മാനസിക സംഘർഷം നമുക്ക് ഭയം വരുത്തുന്നുണ്ട്, ഉത്കണ്ഠ വരുത്തുന്നുണ്ട്, അതേപോലെ മറ്റു പ്രയാസങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പഠന കാര്യങ്ങളിൽ സ്വാധീനിക്കും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്ക് യോഗ പരിശീലനം തന്നെയാണ് അത്യുത്തമം. യോഗാസനത്തിൽ പ്രാണായാമം വരുന്നുണ്ട്, ആസനങ്ങൾ വരുന്നുണ്ട്, വിശ്രമാവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ, നമുക്ക് അധിക സമയമൊന്നും വേണ്ട. നമ്മളൊരു 20 മിനിറ്റ് ചെയ്യാൻ സാധിച്ചാൽ മതി. നമുക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടും, മനസ്സിന് ആരോഗ്യം കിട്ടും. ഇതാണ് നമുക്ക് ചെയ്യാൻ. ഏതാനും ചില ആസനങ്ങൾ, ലളിതമായ ആസനങ്ങൾ നമുക്ക് ഇവിടുന്ന് പരിചയപ്പെടുത്താം. ഇതെന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രക്ഷിതാക്കൾക്ക് കൂടി കാണാൻ, അവർക്ക് കൂടി കണ്ട് ഇനി അധ്യാപകർക്കും പരിശീലിക്കട്ടെ. അത് ഏതാനും ചില കാര്യങ്ങൾ, പരിശീലനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിശീലിക്കുന്നത് ആരാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുക? അത് അന്യരല്ല, നിങ്ങളുടെ കൂടെ തന്നെയുള്ള വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് അറിയാം, ഒരുപക്ഷെ നിങ്ങളെ അറിയാൻ മതിയോ? നിങ്ങളാണ് നിങ്ങൾ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയാണ്. ഇന്ന് 9ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. അവൾ വേറെ പ്രത്യേകത, ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കുകയും വളരെ സന്തോഷം തന്നെ സംഭവം. ഞങ്ങൾ ഈ യോഗ നാഷണൽ യോഗ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ യോഗ അസോസിയേഷൻ, അതായത് കേരള ഘടകം കൂടി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ യോഗ, ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിൽ യോഗ കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞ കുറച്ച് കാലത്തിലായി. അതിൽ നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ വന്നു വിജയിച്ച കൂട്ടത്തിൽ ഒരാൾ നേടെയാണ്. നമുക്ക് വളരെ അഭിമാനമാണ്. സ്റ്റേറ്റ് തലത്തിൽ പിന്നെ നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇവിടുന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് 2 കുട്ടികൾക്ക് എത്തിയിട്ടുണ്ട്. അന്ന് നിളാനാഥനാണ്, അതേപോലെ ഒരു അദ്വൈതം തന്നെ ചെറിയ കുട്ടി. ഇവർ 2 നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. യഥാർത്ഥത്തിൽ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. വളരെ മനോഹരമായിട്ട് യോഗ പരിശീലിച്ചു. അവൾ പരിശീലനം നമുക്ക് ലാസ്റ്റിൽ നിന്ന് കാണുകയും ചെയ്യട്ടെ. വളരെ മനോഹരമാണ്, വളരെ രസമായി യോഗ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ തോതിലെങ്കിലും നിങ്ങൾ യോഗ പരിശീലിക്കാൻ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇത് വളരെ സഹായിക്കും. നമുക്ക് ആദ്യം ചെയ്യുന്നത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന 2-3 ആസനാസ് മാത്രം പരിചയപ്പെടുത്തും.
ആദ്യം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഇല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്ന് കാല് മടക്കി വെച്ചൊന്ന് ഇരിക്കുക, എന്നിട്ട് മുന്നോട്ട് നിന്ന് തല താഴ്ത്തിക്കൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തേ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക. ഇനി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു 2-3 ആസനം. അപ്പോൾ ഏതാ ചെയ്യാൻ ഇഷ്ടമുള്ളത്? താടാസനം. അപ്പോൾ നേരെ നമ്മൾ ഫേസിൽ കൈ താഴ്ത്തി വെക്കുക, കാല് വീഴ്ചയിൽ വെച്ചാൽ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കൈ ആദ്യം തലയിൽ കോർത്ത് പിടിക്കുക. ഇനി അവിടെ കൈ കോർത്ത് പിടിച്ചതിന് ശേഷം കാല് വീഴ്ചയ്ക്കാണ്. കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ പോകുമ്പോൾ കൈ മേലോട്ട് വരികയും ചെയ്യും. ശ്വാസം എടുക്കുക, ശ്വാസം എടുക്കുക, നല്ലോണം വലിഞ്ഞ് നിൽക്കുക. അപ്പോൾ നേരെ നട്ടലൊക്കെ വലിയുണ്ട്, നല്ല വലിച്ചു. ഇനി ശ്വാസം കൊണ്ട് വലിച്ചു താഴെ, വീണ്ടും വലിയ മറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് 2 തവണയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് 5 തവണ പരിശീലിക്കട്ടോ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് അടുത്ത ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ചെരിഞ്ഞ് നിൽക്കുക, ഇങ്ങോട്ട് പിടിക്കുക. അപ്പോൾ കൈ 2 അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് വെക്കുക, തലച്ച് വിട്ടിട്ട് നമുക്ക് അർദ്ധചക്രാസനം. അപ്പോൾ ഒന്ന് അല്പം പിന്നോട്ട് തുടങ്ങിയ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്ര മതിയെ, അധികമൊന്നും മുന്നോട്ട് ചെയ്യരുത്. അതിന് മുന്നോട്ടൊന്ന് ബെൻഡ് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയ പോലെ നേരെ മുന്നോട്ട് നോക്കുക. നാട്ടിലൊക്കെ ശരിക്കും നമ്മൾ 90 ഡിഗ്രി ആയിരിക്കും. വീണ്ടും ശ്വാസത്തോട് നോയൽ ഒരാളെ പുഞ്ചിരിയോടുകൂടി തന്നെ ചെയ്താൽ മതി, നല്ല സന്തോഷത്തോടെ. വീണ്ടും മുന്നോട്ട് വരിക, ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വരിക. ഇതും 5 തവണയാണ്. ഇതിന് പറയാം അർദ്ധചക്രാസനം. ഇനി അടുത്ത ഒന്നുകൂടി ചെയ്യാം, ഇതിന് പ്രയോജനം പറയാം. ഇനി നമുക്ക് അടുത്തത് ത്രികോണാസനം, പാർശ്വ ത്രികോണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ രസമായിട്ടുള്ള ആസനം, നല്ല ഭംഗിയിൽ ചെയ്യാം. യെസ്, കാലാവധി വെക്കുക, ശ്വാസം എടുക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് കൈ താഴ്ത്തിക്കൊണ്ട് വലത് കൈ താഴ്ന്നു വരട്ടെ, ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി അവിടെ നിന്ന് കൈ പറ്റെങ്കിൽ നിങ്ങൾ ചെവിൻ്റെ ഭാഗത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക. അപ്പം നമ്മൾ കാണുമ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ആകൃതി. ഇത് ശ്വാസം വിട്ടുകൊണ്ടാണ്. ഇവിടെ നിന്ന് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് ഇതേ അവസ്ഥയിൽ നിർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്ര താഴാൻ പറ്റിയില്ല, നിങ്ങൾക്ക് പറ്റുന്നത്രേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇവിടെ ഈ ആസനത്തിന്റെ പൂർണ്ണ രൂപത്തിലാണ് ചെയ്യുന്നത്, നിങ്ങൾ അത്ര തന്നെ പറ്റിയില്ലേ പറ്റുന്നില്ല. വീണ്ടും പാർശ്വ ത്രികോണാസനം. അപ്പം ഇത് ഒരു 3 തവണയാണ് ചെയ്യേണ്ടത്. ഇനി അല്പനേരം കണ്ണടച്ച് വിശ്രമിക്കട്ടെ, വിശ്രമാവസ്ഥയിലേക്ക് വരും, കണ്ണുകൾ അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്തതിന് സുഖം ശരിക്കും അറിയുന്നതാണ്. ഇനി കണ്ണ് തുറക്കുക. നമുക്ക് അടുത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങൾ യോഗ പരിശീലനത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രാചീനമായ ഒരു പരിശീലനമാണ് സൂര്യ നമസ്കാരം. അത് ഇന്ന് പഠനം നടത്തിക്കൊണ്ട് വിദേശത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ അതിനെപ്പറ്റി പഠിച്ചു. എന്നിട്ട് ഏറ്റവും ശാസ്ത്രീയമായ ഒരു പരിശീലനക്രമമാണ് സൂര്യ നമസ്കാരം. അവരെ അംഗീകരിച്ചു പ്രസിദ്ധീകരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സൂര്യ നമസ്കാരത്തിൻ്റെ പ്രത്യേകത ഇതൊരു 7 ആസനങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ കൈ ഇവിടെ കൂപ്പി വെക്കുന്ന പ്രണമാസനം തുടങ്ങി അവസാനിക്കുന്ന ഒരു 12 സ്റ്റെപ്പാണ്. ഈ 12 സ്റ്റെപ്പിൽ 7 ആസനങ്ങളാണ്. ബാക്കി അതിൻ്റെ റിവേഴ്സാണ്. അപ്പോൾ വേറെ പ്രത്യേകത ആ സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൂചിപ്പിക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അത് നിങ്ങളൊന്ന് ചെയ്യുക, നിങ്ങൾക്ക് കാണുക. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ആരംഭിക്കുക. സൂര്യ നമസ്കാരം ഇതേ അവസ്ഥയിലേക്ക് കാല് ചേർത്ത് വെക്കുക. ഇനി കൈ മേലോട്ട് വരിക, ശ്വാസം എടുത്തുകൊണ്ട് കൈയിൻ്റെ പെരുവിരൽ ചേർത്തിട്ട് കൈയൊന്ന് വിടർത്തി പിന്നോട്ട് വളയുക, വീഴരുത്, ശ്രദ്ധ കൊടുത്ത്. ഇനി മുന്നോട്ട് ബെൻഡ് ചെയ്യുക, ശ്വാസം വിട്ടുകൊണ്ട് നല്ല താഴ്ന്നു വരിക. ചിലർക്ക് കയ്യിലൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടുന്നത് പോലെ ചെയ്താൽ. ഇനി വലതുകാൽ ബാക്കിലേക്ക് പോവുക, ഇവിടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പിന്നീട് കാലുകൊണ്ട് നനക്ക് തൊടും. ഇനി മറ്റേ കാലം കൊണ്ട് മുന്നോട്ട് ബാക്കിലേക്ക് വന്നിട്ട് കാല് നിലത്ത് പതിച്ച് അടിഭാഗം അരക്കെട്ടോയെ പർവ്വതാസനം പറയുന്നു. നിങ്ങൾ പറ്റുന്ന അത്രേ ചെയ്യാവുള്ള, പ്രയാസപ്പെട്ട് ചെയ്യരുത്. ഇനി ഒന്ന് കിടക്കുക. കിടക്കുമ്പോൾ കാലിട്ട് നിൽക്കുന്നതോടും നെഞ്ച് തൊടും നെറ്റി തൊടും. അപ്പോൾ അരക്കെട്ട് അല്പം പോകും. ഈ ഒരു ആസനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഇനി ശ്വാസം ദൃഢമായി എടുത്തുകൊണ്ട് വീണ്ടും വയ്യ, തല ഉയർത്തുക. ഇനി വീണ്ടും അരക്കെട്ട് വയ്യ. അപ്പോൾ ഈ പഴയത്തിലേക്ക് തിരിച്ചു പോകുക.
വലത് കാലം ബാക്കിൽ വെച്ച് അത് ബാക്കിൽ തന്നെ. അപ്പോൾ ഇടത് കാലം കയ്യിൽ എടുത്തു കൊണ്ടുവരും, ബാക്കിൽ കാലുകൊണ്ട് നടത്തുകൊണ്ട് ഇനി മറ്റേ കാലം കൂടി മുന്നോട്ട് വരും. ശരിക്കും വേണ്ടത് നെറ്റി തുടരണം കാൽമുട്ടിന്, പക്ഷേ നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടാണ്. ഇനി കൈ മേലോട്ട് വയ്യ, ഈ കൈ കൂപ്പി വെക്കുക. ഇതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ആ പരിശീലന ക്രമങ്ങൾ. ഇനി സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇത് കണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ രക്ഷിതാക്കന്മാർ ചെയ്യുന്നത് വരും, കുറച്ച് പ്രായമുള്ളവർ ചെയ്യുന്നത് വരും, അധ്യാപകർ ചിലപ്പോൾ ചെയ്യുന്നത് വരും. നിങ്ങൾ നല്ല നടുവേദന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവർക്ക് നടുവേദന കുറഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നടുവേദന ആളുകൾക്ക് ചെയ്യുന്ന രീതിയും. അപ്പോൾ നിങ്ങളൊന്ന് ഒറ്റ പ്രാവശ്യം കൂടി നിങ്ങൾ കാണും. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുന്നോട്ട് വരിക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് ഇരിക്കുക. ഇരുന്നാണ് നമ്മൾ ഇരിക്കില്ല, അരക്കെട്ട് കാലോട്ട് മടക്കുക. ഇന്ന് സുഖമായി ഇരിക്കാൻ താഴെ ഇരിക്കുക, കൈ സൈഡിൽ വെക്കുക. ഇനി ഒരു കാലം ബാക്കിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നട്ടിൽ വളയുന്നില്ല. ഇനി മറ്റേ കാലം ബാക്ക് സാധാരണ പോലെ തന്നെ മറ്റേ കാലം പോവുക. ഇനി ഇത് കിടക്കുക. ഇനി വീണ്ടും തല ഉയർത്തുക, തല ഉയരുക. ഇനി അരക്കെട്ട് ഉയരുക. ഇനി ഒരു കാലം മുന്നോട്ട് കൊണ്ടുവരിക. അതിനുശേഷം മറ്റേ കാലിൽ വരുമ്പോൾ ഇരുന്നിട്ട് ഇതേ അവസരം അടിയിക്കുക. ഇനി വീണ്ടും വരിക. ഇനി കൈകൊട്ടി വെക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സൂര്യ നമസ്കാരം പ്രയാസം കഴുത്ത് വേദന ഉള്ളവർ, നടുവേദന ഉള്ളവർ ചെയ്യാവും. സൂര്യ നമസ്കാരം ചെയ്യുന്നൊരു കുട്ടി, പ്രത്യേകിച്ച് കുട്ടി നല്ല എല്ലാവരും തന്നെ ഒരിക്കലും അലസതല്ല. വിശ്രമാസനിക്ക് സൂര്യ നമസ്കാരം ചെയ്ത കാലവാസം കുട്ടികൾക്ക് കൈ ലൂസായി കണ്ണടച്ച് സൂര്യ നമസ്കാരം സ്ഥിരമായി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അലസത വരില്ല. കാരണം അത് എനർജറ്റിക് ആക്കുന്നതാണ്. നമ്മുടെ നട്ടിലെ ഉൾഭാഗത്ത് സുഷുമ്നാ നാഡികൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വലത് ഭാഗത്ത് പിങ്കള നാഡി, ഇടത് ഭാഗത്ത് ഇട നാഡി. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലൊക്കെ പറയാം. പിങ്കള നാഡി ശരീരത്തിൽ ബന്ധമാണ്, അത് പറയുക സൂര്യനാഡി എന്ന് പറയും. ഇട മനസ്സായിട്ട് ബന്ധമുണ്ട്, അതിന് ചന്ദ്രനാഡി. ഈ സൂര്യനാഡിനെ ഉത്തേജിപ്പിക്കുന്നതാണ് സൂര്യ നമസ്കാരം. സൂര്യനാഡിനെ നമ്മൾ ഡാൻസ് ഒക്കെ പഠിക്കുന്നവരാണ്. ഡാൻസൊക്കെ ആളുകൾ സൂര്യനെ ഇവിടെ വലതു ഭാഗത്തും ചന്ദ്രനെ ഇടതു ഭാഗത്തും. അപ്പോൾ സൂര്യനാഡി വലതു ഭാഗത്തും ചന്ദ്രനാഡി ഇടതു ഭാഗത്തും. അപ്പോൾ അതാണ് സൂര്യ നമസ്കാരം ഉത്തേജിപ്പിക്കും നമ്മുടെ സൂര്യനാഡി. അപ്പോൾ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ, ചെറിയ കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കും. എന്തുകൊണ്ടാണ്? അവരെ എനർജറ്റിക് ആകുന്നത്. അവർ അതേ അവസ്ഥ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റും. ഈ പ്രായം വന്നാലും സൂര്യ നമസ്കാരം കൃത്യമായി ചെയ്യുന്ന ആൾ ഒരിക്കലും അലസത ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സൂര്യ നമസ്കാരം ഒരു 4 തവണയോ 6 തവണയോ പറ്റെങ്കിൽ 12 തവണ നിങ്ങൾ കൃത്യമായി ചെയ്യിക്കാം. ഇനി ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം കാലത്തൊക്കെ നേടി ജീവിക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഇരിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ, എല്ലാവരും ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇരിക്കാൻ നമുക്ക് എളുപ്പമാകാൻ വേണ്ടി കാലുകൊണ്ട് ഒരു മടക്കുക നിവർത്തുന്നത് ചെയ്യാം. വലത് കാലുകൊണ്ട് മടക്കുക, നിവർത്തിയേക്കുക, വീണ്ടും മടക്കുക, നിവർത്തിയേക്കുക, അങ്ങനെ മാറി മാറി ചെയ്യട്ടെ. ഒരു 4 5 തവണ ചെയ്യാം. അപ്പോൾ കാലിന് ചലനം കുറച്ചുകൂടി എളുപ്പം. അതേപോലെ വലത് കാലം എടുത്ത് ഇടത് കാലം മുകളിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് കാലുകൊണ്ട് നോക്കുക, താഴെ പറ്റി കഴിയുന്നുണ്ടോ നോക്കുക. പൊക്ക് താഴെ ചെയ്യുക, നല്ലോണം വഴക്കുക, താഴെ ചെയ്യുക. ഇനി മറ്റേ കാലം അങ്ങനെ ചെയ്യട്ടെ. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായി താഴെ ഇരിക്കാൻ പറ്റും. കാലുകൊണ്ട് രണ്ട് അമർന്ന് ഇരിക്കാൻ പറ്റും. ഇനി 2 കാലം കൂടി ഇത് ചേർത്ത് വെക്കുക. രണ്ട് കാലം ഉള്ളനടി ചേർത്തിട്ട് എന്നിട്ട് കാലുകൊണ്ട് മടക്കി വെക്കുക. എന്നിട്ട് കൈയോട് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, കാലുകൊണ്ട് പൊങ്ങിയിട്ടാണോ നിൽക്കുന്നത് താഴ്ന്നിട്ടാണോ നിൽക്കുന്നത് നോക്കൂ. പൊങ്ങിയിട്ടാണ് നിങ്ങളൊന്ന് പൂമ്പാറ്റി നമ്മൾ ചേർന്ന് പൊക്കുക താഴെ ചെയ്യുന്നത്, അതുപോലെ പൊക്കുക താഴെ ചെയ്യട്ടെ. അല്ല, ഇതിന് ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും. വേറെ പേര് ബദ്ധകോണാസനം എന്ന് പറയും, ഭദ്രാസനം എന്ന് പറയും. ഈ ആസനം സ്ത്രീകൾക്ക് വളരെ പ്രയോജനമായിരിക്കും. പെൺകുട്ടികൾക്ക് വളരെ ആവശ്യമുള്ള ഒരു ആസനമാണ്. അഡോളസൻസ് ഗേൾസിന് നമ്മൾ അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കാം. ഈ ആസനം വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ആസനം ചെയ്ത് കഴിഞ്ഞാൽ കാലം നീട്ടിയിട്ട് നിങ്ങൾ വലത് കാലം മുട്ട് മടക്കട്ടെ, ഇടത് കാലം മുകളിലേക്ക് എടുത്ത് വെക്കുക. ഇനി ഇടത് കാലം പകുതി വരെ മടക്കുക, കാലിൻ്റെ അടുത്ത് വരെ മടക്കുക, വലത് കാലിൻ്റെ അടുത്ത് വരെ മടക്കുക. ഇനി നിങ്ങളൊന്ന് കൈ രണ്ടും താഴെ ഇടത് കാലം താഴെ വെച്ച് നോക്കും. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാവുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, മുതിർന്നവർക്ക് പ്രയാസം. ഇനി വലിയൊരു പൊക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്യരുത്. ശ്രദ്ധിച്ച് പറ്റുന്ന ഒരു കാലത്ത് മുളയ്ക്ക് വെക്കുക. ഇല്ലാത്തൊരു കൈ കാല് അടിയിൽ വെച്ചാൽ അർദ്ധപത്മാസനായി, മുകളിൽ വെച്ചാൽ പത്മാസനം. ഇനി കൈയൊന്ന് മുദ്ര ചൂണ്ടിന് വെക്കും, തിരുവല്ല ടച്ച് ചെയ്യാൻ, നട്ടല് നിവർത്തി വെക്കുക. ഈ ഒരു അവസ്ഥ
നമ്മുടെ മനസ്സിന് ശാന്തതയിൽ എത്തിക്കാൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പത്മാസനം. ഈ പത്മാസനം എന്ന് പറയുന്നത് ഈ കാലത്ത് കയറ്റി വയ്ക്കുക, സഹായിച്ചിരിക്കുക. ഇനി അതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഏകാഗ്രതയെ പറ്റി പറഞ്ഞു. സുഖമായിട്ട് സമരം പഠിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നമ്മൾ വേറെ കാര്യം ചോദിച്ചു, പഠന കാര്യങ്ങളെ വിദ്യാർത്ഥികളാണ് ഇതിൽ കൂടുതൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠന കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം ഏകാഗ്രത, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കിട്ടാൻ പല രക്ഷാക്കന്മാർ പറയാറുണ്ട്, എൻ്റെ മോക്കോ ഏകാഗ്രതയില്ല, കോൺസെൻട്രേഷൻ ഇല്ല. കോൺസെൻട്രേഷന് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ കൃത്യമായി യോഗ ചെയ്യുന്നതിനാണ് കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക് കിട്ടുന്നത്, അറിയാതെ കിട്ടുന്നതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾ കൊടുക്കുക, ചലനങ്ങൾ കൊടുത്ത് കാലും കയ്യൊക്കെ ഇങ്ങനെ ചലനം കൊടുത്ത് അതിനാണ് ഒരു ആസനങ്ങൾ ചെയ്യാൻ പറയുന്നത്. ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വിശ്രമം എടുക്കുമ്പോൾ നമ്മുടെ ചലനം ഇല്ലാത്തൊരവസ്ഥ വരും. ശരീരത്തിന് ചലനം കൊടുത്തിട്ട് പിന്നെ നമ്മൾ വിശ്രമാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരം പൂർണ്ണ വിശ്രമത്തിൽ ചലനം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണോ മനസ്സിന് ചലനം ഉണ്ടാവില്ല. അല്ലാതെ നമ്മുടെ മനസ്സിന് നേടിക്കാൻ ഒരു വാതിൽ കൂട്ടിയിട്ട് അതിനകത്ത് കുട്ടീനെ അടച്ച് പുസ്തകം വായിക്കുമോ? ഇല്ല. അപ്പം അവർക്ക് സ്വാതന്ത്ര്യം വേണം, മനസ്സിന് പോകേണ്ട സ്ഥലത്തൊക്കെ അനുവദിക്കണം. അങ്ങനെയൊക്കെ അനുവദിച്ചു കൊണ്ടേ നമ്മൾ കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ആസനങ്ങൾ ചെയ്ത് കുറച്ച് ആസനങ്ങളൊക്കെ ചെയ്തിട്ട് വിശ്രമിക്കാൻ സമയം കൊടുക്കുക. അപ്പം ശരീര ചലനങ്ങളില്ലാതെ വന്നാൽ എന്താ പറയുക, മനസ്സിനും ചലനങ്ങൾ ഉണ്ടാവില്ല, മനസ്സ് ഓടുകയില്ല, നമ്മളിൽ തിരിച്ചു വരും. അങ്ങനെ വരുന്ന സമയത്ത് ചിന്തകൾ യോഗശാസ്ത്രത്തിലെ യോഗയുടെ പിതാവാണ് പതഞ്ജലി മഹർഷി. യോഗ എന്താണെന്ന് സൂചിപ്പിച്ച് യോഗ ചിത്തവൃത്തി നിരോധനാണ്. നമ്മുടെ ചിത്തത്തിലുണ്ടാകുന്ന വൃത്തികൾ നിരോധിക്കലാണ് യോഗ. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കിടന്ന് വിശ്രമിച്ചു ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തകൾ അറിയാതെ പറഞ്ഞു. അപ്പോൾ എന്തുണ്ട്, ഏകാഗ്രത വർദ്ധിച്ച് ചിന്തകൾ കുറയാനാണ് ഏകാഗ്രത കൂടുകയാണ് അതിൻ്റെ അർത്ഥം. അത് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ട് 4ാമത്തെ സൂത്രത്തെ യോഗസൂത്രത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വൃത്തിസാരൂപ്യം ഇതരത്രഹ. അതായത് ഏകാഗ്രരഹിതം ചിത്തം വൃത്തിരൂപമിയെന്നിടും അവിടെ ശാന്തിയുണ്ടാകില്ല, അത് ദുഃഖത്തിനാസ്പദം. നമ്മുടെ ജീവിതം ദുഃഖത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ചെയ്യാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും കുറച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആസനങ്ങൾ തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നിന്നുകൊണ്ടൊക്കെ ആസനം ചെയ്തിട്ടുള്ളൂ, കിടന്നു കൊണ്ട് ചെയ്യുന്നത് 2 ആസനം 2-3 ആസനം ചെയ്യപ്പെട്ടെ എന്ന് കാലം ഇരിക്കണം. അപ്പം നമ്മളെ ഏകാഗ്രതയ്ക്ക് അറിയാതെ വന്ന് ചെയ്യും നമ്മൾ ആ കഴിവ്. അപ്പം നമ്മൾ കിടന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ആസനം ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് ചെന്ന് കിടക്കുക, മലർന്ന് കിടക്കുക, കാലുകൾ ചേർത്ത് വെച്ച് കാൽ കുത്തനെ ഉയർത്തി ഒരു കാലം ശ്വാസം എടുക്കുക, എടുക്കുക, ഇത് ഓരോ കാലാണ് ഉയർത്തുന്നത്. ഇത് കുറച്ച് പരിശീലനം കിട്ടിയ 2 കാല് ഉയർത്തണ്ടോ നിങ്ങൾക്ക്, 2 കാല് ഉയർത്താം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്നത് 1-2 തവണ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ 5 തവണ പരിശീലിക്കട്ടോ. 2 കാല് നിങ്ങൾക്ക് ഒരു 3 തവണയോ 5 തവണയോ പരിശീലിക്കാം. ഇനി ഇതിപ്പോൾ മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനം. ഒരു ആസനം കൂടി മലർന്നുകൊണ്ട് പരിചയപ്പെടുത്തുക. കാലം മടക്കി വെക്കുക, കന്തരാസനം എന്നാണ്. കാലം മടക്കി കാൽ കുറച്ച് വിട്ട് വെക്കുക, കൈ കൊണ്ടൊന്ന് കാലിൻ്റെ ഏങ്കിളൊക്കെ ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ പൂജ ചെയ്യണം. ഇനി ഇവിടെ അരക്കെടുക്കുമ്പോൾ എല്ലാം ഉയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട് ഉയരട്ടെ, ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഇത് വളരെ സുഖമായി ചെയ്യാൻ പറ്റുന്ന ആസനമാണ് കന്തരാസനം. ഇനി മെല്ലെ ശ്വാസം കൊണ്ടുകൊണ്ട് മെല്ലെ താഴെ ഒരു തവണ കൂടി ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, കഴുത്ത് പോകുന്നില്ല കേട്ടോ. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഇത് രക്ഷിതാക്കളൊക്കെ ചെയ്യേണ്ടത്. ഇനി മെല്ലെ ശ്വാസം കൊണ്ട് ഇത് ഒരു 3-4 തവണ ചെയ്യുക. ഇനി ഉയർന്നിട്ട് അവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. ഇതിൻ്റെ പേര് പറയാം കന്തരാസനം. ഈ ഒരു ആസനം പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, എഴുന്നേറ്റിരുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ കോഴിക്കോട് പതഞ്ജലി യോഗ റിസർച്ച് സെൻ്റർ എന്ന സ്ഥാപനമാണ്. അതിൻ്റെ ബദിരൂരിൽ, അതായത് കക്കോടി പഞ്ചായത്തിൽ അതിന് സുഖമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. തപോവൻ എന്ന ഒരു താമസ സൗകര്യത്തോടുകൂടിയുള്ള ചികിത്സാ സൗകര്യം യോഗ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് മനസ്സിലായി. നമ്മൾ ഈ സ്ഥാപനം ചില പ്രോജക്റ്റുകളൊക്കെ റിസർച്ച് വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് വർക്കാണ് അഡോളസൻസ് ഗേൾസിന്
എന്നൊരു പ്രോജക്റ്റ്. പ്രായമുള്ള കുട്ടികൾക്ക് യോഗ പരിശീലനത്തിലൂടെ അവർക്കുണ്ടായ നേട്ടം മെയിനായിട്ട് അത് കൊടുത്ത് അവരുടെ മെൻസ്ട്രൽ പ്രോബ്ലംസിന് എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് യോഗ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങൾ കൊടുത്ത പ്രോജക്റ്റ് ഏകദേശം 100-150 കുട്ടികളോടുണ്ടായിരുന്നു. 150 കുട്ടികളുണ്ട്. കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ്. അതിൽ എന്നിട്ട് 3 മാസം യോഗ പരിശീലിപ്പിച്ചു. ആ പരിശീലനത്തിലൂടെ അവർക്ക് വളരെ നല്ല മെച്ചം നടക്കാവുന്ന എക്സസൈസ് കൂടെ നമ്മൾ കൊടുത്തത് 2010 പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വളരെ നല്ല റിസൾട്ട് കിട്ടി. അത് മാത്രമല്ല, അത് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടാക്കിയിട്ട് ആയുഷ് നമ്മൾ കൊടുത്തു, ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. കൂടാതെ ഇൻ്റർനാഷണൽ യോഗ സയൻസ് മാഗസിൻ, വളരെ നല്ലൊരു മാസിക, അത് എളുപ്പത്തിലൊന്നും പ്രസിദ്ധീകരിക്കില്ല. ഈ ഒരു പ്രോജക്റ്റ് അതിൽ പ്രസിദ്ധീകരിച്ചു. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എവിടെയെങ്കിലും ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇത് കേരളത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഓരോ മാസം അവർ പ്രയാസപ്പെട്ടിട്ട് വയറുവേദനയും ഛർദി ഒരുപാട് പ്രയാസങ്ങൾ. അവർ പരീക്ഷ പോലും കൃത്യമായി എഴുതാൻ പറ്റാതെ ഭയങ്കര ഹോസ്പിറ്റൽ എല്ലാ തരത്തിലും പ്രയാസമുണ്ട്. പക്ഷേ നേരെ വെച്ച് യോഗ ചെയ്യുന്ന ഒരു കുട്ടി അത് വളരെ മാറ്റം വരും. അത്രയധികം മാറ്റം വരുന്ന നല്ലൊരു പ്രോജക്റ്റാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നമുക്ക് ഏതെങ്കിലും വിദ്യാലയത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണെങ്കിൽ വളരെ സന്തോഷമായി. കാരണം അല്ലാതെ പിന്നെ കുറച്ച് കുട്ടികളെ ആൺകുട്ടികളെ മാറ്റി നിർത്തണ്ടേ. പെൺകുട്ടികൾ ഒരു ഏകദേശം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് അതിൻ്റെ മേലോട്ട് പഠിക്കും. ആ കുട്ടികൾക്ക് ചെയ്യാവുന്ന, അവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. അഡോളസൻസ് ഗേൾസിന് യോഗ എന്ന പ്രോജക്റ്റ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ചെറുതൊരു വിദ്യാലയം അതിൽ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ അവർ പഠിക്കുന്നുണ്ടില്ലേ, നിങ്ങളെ കൂട്ടുകാർക്കും ഇതൊക്കെ ഉപകരിക്കും. വളരെ പ്രധാന അധ്യാപകർ, അതേപോലെ മറ്റ് അധ്യാപകരോട് മാനേജ്മെൻറ്റും താല്പര്യപ്പെടുകയാണ് നമുക്ക് ഈ പ്രോജക്റ്റ് വിദ്യാർത്ഥികൾ ചെയ്യാൻ. ഇപ്പോഴല്ല, കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് എന്താ അവസരം നോക്കിയിട്ട് ഇത് ചെയ്തൊരു വിദ്യയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടാം. അത് അത്രയും ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് ഞങ്ങൾ സ്കൂളിൽ തുറന്നതിന് ശേഷം നമുക്ക് കാണാൻ വിദ്യാർത്ഥികൾ വരാം, കുട്ടികളെ നേരിട്ട് കാണാം, അധ്യാപകർ നേരിട്ട് കാണാം. അവർക്ക് യോഗ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ, വളരെ സന്തോഷമായി. ശരി, ഇനി നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കിടന്നുകൊണ്ട് ഒരാസനം, 2 ആസനം മലന്ന് കിടന്നുകൊണ്ട് ചെയ്യും അല്ലേ. 2 ആസനം കമഴ്ന്ന് കിടന്നുകൊണ്ട് നമ്മളിത് പരിചയപ്പെടുത്താം. അപ്പോൾ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുമ്പോൾ വിശ്രമത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഭുജംഗാസനത്തിലേക്ക് വരാം. താടി ചെയ്യും. ഇനി വിശ്രമം മകരാസനം. മകരാസനം ഇത് കിടന്നിട്ട് ചെയ്യുന്ന വിശ്രമമാണ്. നെറ്റിക്ക് താഴെ. ഇനി കാലിൽ ചേർത്ത് വെക്കുക, കൈ താഴോട്ട് താഴ്ത്തി വെക്കുക, ഷോൾഡറിന് തൊട്ട് താഴെ. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, കൈമുട്ട് വാരിയിലോട്ട് ടച്ച് ചെയ്യണം, താടി ടച്ച് ചെയ്യണം. ഇനി മെല്ലെ ശ്വാസത്തോട് തലയൊന്ന് ഉയരട്ടെ, നെഞ്ച് ഉയരട്ടെ, പതുക്കെ ഉയരും. ഇനി പൊക്കിളിൽ അല്പം താഴെ വരും. ഉയർന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം, കൈമുട്ടിൻ്റെ ആ ഉയർച്ച 90 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് കൈമുട്ട് പകുതി ഉയരുള്ളൂ, പൊക്കിളിൻ്റെ അല്പം താഴെ വരും. കൈക്ക് അധികം വരെ ഒന്നും വരില്ല. ഇനി മെല്ലെ ശ്വാസം കൊണ്ട് താഴെ. ഇതിൻ്റെ പേര് പറയാ ഭുജംഗാസനം. ഇതിൻ്റെ പേര് പറയാം ഭുജംഗാസനം എന്ന പേര്. ഭുജംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സർപ്പം എന്നാണ്. സർപ്പത്തിൻ്റെ അതുപോലെ ആകൃതി, അതുകൊണ്ടാണ് പേര് കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിശ്രമം നിങ്ങൾ 4 തവണ ചെയ്യുക, അല്ലെങ്കിൽ 3 തവണ ചെയ്യുക. വിശ്രമം മകരാസനം. മകരം എന്ന മുതലേ കൈ നെറ്റിയിട്ടാണ്. ഈ ഒരു ആസനത്തെ പ്രത്യേകത, ഇപ്പം നടുവേദനയുള്ള ആളുകൾ ഇവിടെ എത്രയോ ആളുകളാണ് വളരെയധികം കഷ്ടപ്പെട്ട് നടുവേദന കഷ്ടപ്പെട്ട് എത്രയോ ചികിത്സയൊക്കെ കഴിഞ്ഞവർ. അതിൽ ഏറ്റവും നല്ലൊരു ആസനമാണ് നടുവേദനക്കാർക്ക് ഈ ഭുജംഗാസനം. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഗേൾസ് ആയിട്ട് അല്ലെങ്കിൽ രക്ഷാക്കന്മാരെ തന്നെ PCOD പല കുട്ടികൾക്കും മുതിർന്നവർക്ക് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, ഈ അസുഖമുള്ളവർ അല്ല ഫൈബ്രോയിഡ്, ആ അസുഖമുള്ളവർ ഈ ഒരു ആസനം ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകം ഓർമ്മിക്കുക, അത് ഒഴിവാക്കുക. ഇനി അടുത്തൊരു ആസനം കൂടി നമുക്ക് പരിചയപ്പെടുത്താം. കൈ താഴോട്ട് താഴ്ത്തി വെക്കുക, കാല് ചേർത്ത് വെക്കുക, താടി കുത്തി വെക്കുക, കയ്യിൽ വരെ മടക്കി വെക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ എങ്ങനെയുണ്ട്, തുമ്പി കാലുകൾ തുമ്പിയുടെ വാലുകൾ പൊക്കി നിൽക്കുന്നത്. അതേ ആണ് ശ്വാസത്തിൽ അല്പനേ അവിടെ ശ്വാസം കൊണ്ടിച്ചു എടുത്ത് 1 2. ഇതിൻ്റെ പേര് പറയാം ചെയ്തോളൂ. ഇതിൻ്റെ പേര് പറയാം
അർദ്ധ ശലഭാസനം. തുമ്പിയുടെ ആകൃതിയിൽ കാല് പൊക്കി വെക്കുന്ന തുമ്പി വാല് പൊക്കി വെക്കുന്ന പോലെ നമ്മൾ കാല് ഉയർത്തി വെക്കുക. ഇതിന് പേര് അർദ്ധശലഭാസനം. ഇത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കാലം ഒരുമിച്ച് ചെയ്യാം. അതിപ്പോൾ കാണിക്കുന്നില്ല. ഇതിന്റെ പേര് പറയാം ചെയ്തോളൂ. ഇതിന്റെ പേര് പറയാം അർദ്ധ ശലഭാസനം. തുമ്പിയുടെ ആകൃതിയിൽ കാല് പൊക്കി വെക്കുന്ന തുമ്പി വാല് പൊക്കി വെക്കുന്ന പോലെ നമ്മൾ കാല് ഉയർത്തി വെക്കുക. ഇതിന് പേര് അർദ്ധശലഭാസനം. ഇത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കാലം ഒരുമിച്ച് ചെയ്യാം. അതിപ്പോൾ കാണിക്കുന്നില്ല. കഴിഞ്ഞാൽ വിശ്രമിക്കാം. ഓരോ സെറ്റ് ആസനം ചെയ്തിട്ട് വിശ്രമം കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത വെച്ചാൽ, ഇപ്പൊ ചിലർ പറയും രാവിലെ നടന്നാൽ പോലെ ഓടിയ പോലെ അങ്ങനെ കുറേ പറയാറുണ്ട്, കൈകൊണ്ട് കൊത്തിയ പോലെയൊക്കെ പറയും. പക്ഷേ യോഗയ്ക്കുള്ള പ്രത്യേകത നമ്മുടെ നാഡീ വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥ സിമ്പത്തറ്റിക് നാഡിയുണ്ട്, പാരാസിമ്പത്തറ്റിക്കും ഉണ്ട്. ഈ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ല ടെൻഷൻ അറിയിക്കുന്നതൊക്കെ സമയത്ത് സിമ്പത്തറ്റിക് നാഡിയാണ് ആക്റ്റീവാണ്. പക്ഷെ വേണ്ടി വിശ്രമം കിട്ടണ്ടേ, നമുക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടണ്ടേ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വസ്ഥത കിട്ടണം. അപ്പം പാരാസിമ്പത്തറ്റിക്കിന് വർക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. യോഗയുടെ പ്രത്യേകത നമ്മളൊരു സെറ്റ് ആസനം ചെയ്ത് അല്ലെങ്കിൽ 2 സെറ്റ് ആസനം ചെയ്ത് അല്ലെങ്കിൽ 3 സെറ്റ് ആസനം ചെയ്ത് വിശ്രമം കൊടുക്കും. അപ്പോൾ നമുക്ക് സിമ്പത്തറ്റിക് നാഡി പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നാഡി പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് നമ്മൾ ഈ ശവാസന യോഗത്തിൽ ചെയ്യുന്നില്ലേ, ധ്യാനം ചെയ്യുന്നില്ലേ, അപ്പോൾ പാരാസിമ്പത്തറ്റിക് വളരെ നന്നായി പ്രവർത്തിക്കും. ശരീരവും മനസ്സും സ്വസ്ഥത. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ശരീരം യോഗശാസ്ത്രത്തിൽ ശരീരത്തിനും മനസ്സിനും തുല്യ പ്രാധാന്യമുണ്ട്. വലിയൊരു പ്രാധാന്യമുണ്ട്. സൂര്യ നമസ്കാരം ഇതൊക്കെ എന്തിന് ശരീരത്തിനും മനസ്സിനും തുല്യ പ്രാധാന്യമുണ്ട്. ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ സമന്വയിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താണ് വളരെ സുഖമായിരിക്കും നമ്മുടെ ആരോഗ്യ ശരീരത്തിന് മനസ്സിന് കിട്ടും. എൻ്റെ അടുത്ത് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു നായ, വലിയ നായ. ഈ നായയിൽ ഞാൻ നിങ്ങളൊന്ന് കാണുക, നിങ്ങളൊക്കെ ഈ നായിനെ ഞാൻ ഒരറ്റ നമ്മുടെ ഇട്ട് നമ്മുടെ ഇനി മറ്റേ അറ്റൊന്നും ഇല്ല. ഇതൊന്ന് കട്ട് ചെയ്യും. ഞങ്ങളായിട്ട് കട്ട് ചെയ്ത് കാണാൻ ഞാൻ ഇതിൻ്റെ അറ്റവും കൂടെ എടുത്ത് വെക്കാനേ. ഇതൊന്ന് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 2 കഷ്ണങ്ങൾ കാണുന്നുണ്ടോ? ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോകുക. ഇനി നമുക്ക് തോന്നുന്നേ ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരമാണ് വിചാരിക്കുക, ഇത് നമ്മുടെ മനസ്സുമെന്ന് വിചാരിക്കുക. ശരീരവും മനസ്സും കെട്ടായിരിക്കുക അല്ലേ? നമ്മുടെ ശരീരം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മനസ്സിന് ഒരു സുന്ദരമായ അവസ്ഥ വേണ്ടത്. യോഗ പരിശീലനത്തിൻ്റെ അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കെട്ടായി കിടക്കുന്ന സമയത്ത് എപ്പോഴും പ്രയാസമാണ്. ഇത് നിങ്ങൾ നോക്കി ഈ നാലും നോക്കുക. ഞാൻ ഈ നാലും നിന്ന് അരയും മുറിച്ച് നിളയിൽ തിന്നിട്ടാണ് കേട്ടോ. ഈ അറ്റം പിടിക്കും, ഈ അറ്റം പിടിച്ച വെച്ച അവിടെ പോയി കെട്ടാൻ പോയില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കെട്ടായി കിടക്കുന്ന ശരീരത്തെയും മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സമന്വയിപ്പിക്കും, ഹാർമോണൈസ് ചെയ്യും. അപ്പോൾ യോഗ പഠിപ്പിക്കുന്ന ഒരാളെ കർമ്മ അതാണ്. നമ്മൾ പൂർണ്ണമായ ആരോഗ്യം എന്നുള്ളത് അതാണ്. ശരീരത്തെയും മനസ്സിനെ സമന്വയിപ്പിക്കുക, സുന്ദരമായ അവസ്ഥയെത്തിക്കുക. അതിന് യോഗ അത്യന്തം ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് നമ്മൾ കിടന്നുകൊണ്ട് ഒരു ആസനം ഇരുന്ന് കൊണ്ട് ചെയ്യാം. ഏതാ ഇഷ്ടപ്പെട്ട ഒരു ആസനം പറയും? വ്യാഗ്രഹിക്കട്ടെ അല്ലേ? അതല്ലേ കാട്ടിലെ ജീവികൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചറിയാം. നമ്മൾ വീട്ടിലുള്ള ജീവികൾ, കാട്ടിലെ ജീവികളൊക്കെ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. പൂച്ച യോഗ ചെയ്യുന്നില്ലേ? ആ നായ യോഗ ചെയ്യുന്നില്ലേ? ആ നായ ചെയ്യുന്ന യോഗ ഞാൻ കാണിച്ചില്ല. നിങ്ങൾ നോക്ക്, നിങ്ങൾ വീട്ടിൽ നായ ഓടി കളിച്ച് വരും. എന്നിട്ട് കടപ്പായി കണ്ടിട്ടില്ലേ? ആ കിടപ്പോടുകൂടി കൈ കയറി വെക്കും നായ മുന്നിൽ. എന്നിട്ട് നാവിന് മുന്നോട്ട് നിന്നിട്ട് ചേരം കണ്ണടച്ച് വെക്കും. നല്ല സുഖമായിരിക്കും, ക്ഷീണമൊക്കെ മാറും. ഇതിന് പേരുണ്ട്, എന്താണ് ഈ പേര് പറയുക? ശ്വാനാസനം. അപ്പോൾ നല്ല സുഖമാണ്. എനിക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറ്റം വരും. ഇത് ചെയ്തു കൊടുക്കും എല്ലാവരും കൂടി. ഇങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടോ? റെഡി? ഒന്ന് ചെയ്യും. കൈ കൊണ്ട് വെക്കുക. ചിരിയൊക്കെ ഒരു സാരമല്ല. ഞാൻ പരിശീലിച്ചു.
ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്തോളൂ. ഇനി നമുക്കൊന്ന് പരിശീലിച്ചു അല്ലേ? ഞാനും കൂടെ ചെയ്യണം. ഞാനും കൂടി ചെയ്യാം. ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല, പ്രയാസമുണ്ടാവും. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. കയ്യൊന്ന് മുന്നിൽ വെക്കുക, നാവൊന്ന് മുന്നോട്ട് നീക്കിക്കുക ഇതുപോലെ. എന്നിട്ട് ശ്വാസം എടുക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കുക. നമുക്ക് ഇതേപോലെ ഇരുന്നിട്ട് കൈ മുന്നിൽ വെക്കുക, കാൽ കൊണ്ട് അല്പം വിടർത്തി വെക്കുക. ഇനി നമുക്ക് മുന്നോട്ട് നോക്കിയിട്ട് നാവ് നീട്ടി വെക്കുക. എല്ലാവരും തയ്യാറല്ലേ? ചെയ്യാൻ തയ്യാറല്ലേ? റെഡിയല്ലേ? നാവ് നീട്ടി വെക്കുക. ചിരിയൊക്കെ ഒരു സാധനം. ശബ്ദം വരുന്ന ശബ്ദമാണ്. എന്നിട്ട് ചെയ്ത് വെക്കുക അല്ലേ? യെസ്, സ്റ്റാർട്ട്. ഇനി ഒന്ന് ലേശം വിശ്രമിച്ചു. ആ കിട്ടുന്ന സുഖം എന്തൊരു സുഖാന്നറിയാം. നല്ല വിശ്രമാവസ്ഥ, ക്ഷീണമൊക്കെ കിട്ടുമോ? കാരണം നായ ഓടി വന്നിട്ട് ക്ഷീണിച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല വിശ്രമത്തിലിരിക്കും. ശ്വാനാസനം, ശ്വാനാസനം, മാർജാരിയാസനുണ്ട്, വ്യാഘ്രാസനം. വ്യാഘ്രാസനം, വ്യാഘ്രം തന്നെ കടുവയാണ്. കൈ മുന്നിൽ വെക്കുക. ആന കളിച്ചത്, കുട്ടികൾ ആന കളിച്ചത് ആ അവസ്ഥയിൽ കൈ വെക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കാലൊന്ന് മേലോട്ട് ഉയർത്തുക, തലയുയരും. ശ്വാസം എടുത്ത് കാല് പൊക്കട്ടെ. നല്ലോണം പോക്കണം, പറ്റുന്നത്ര പൊക്കാം. പക്ഷെ നിങ്ങൾ ഇത്രയും പൊക്കാൻ നിൽക്കണ്ടേ, കാരണം നിങ്ങളെ കുറയ്ക്കാതെ മനുഷ്യങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ പറ്റുന്നത് എത്രയും ചെയ്യാവുള്ളൂ. ഇനി മെല്ലെ ശ്വാസം കൊണ്ട് താഴെ നോക്കുക. ഇനി ഇടതുകാലം ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ട് ഉയരുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഇത്രയും പറ്റില്ല, കുറച്ചുകൂടി പൊക്കട്ടെ. ഇത്രയും പറ്റുമ്പോൾ നിങ്ങൾ അത്ര ചെയ്താൽ മതി കേട്ടോ. നല്ലോണം പൊക്കിയോളൂ, പറ്റുന്നത്ര പൊക്കിയോളൂ. ഇത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. അതിന് ശ്വാസം പറ്റുമ്പോൾ നല്ല താഴ്വട്ടെ, നല്ല രസമായിട്ട്. ഇതിൻ്റെ പേര് പറയുക വ്യാഘ്രാസനം. വ്യാഘ്രം കടുവയാണ്. ഇത് നമുക്കൊരു 3 തവണ അല്ലെങ്കിൽ 4 തവണ ചെയ്തതിന് ശേഷം വിശ്രമിക്കുക. 2 തരത്തിൽ വിശ്രമിക്കുക. ഒന്ന് കൈ മുട്ട് നിലത്ത് വലിച്ചിട്ട് താടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കും. കൈ നിലത്ത് വലിച്ചിട്ട്, കൈ മുട്ട് നിലത്ത് വലിച്ചിട്ട്. അത് വേണമെങ്കിൽ അത്ര താഴെ, ചിലക്ക് അത്ര താഴാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര താഴാൻ മതി. കൈ ഒന്നും കൂടി അടുത്ത് വെച്ചിട്ട്. ചിലക്ക് അത്രയും പറ്റിയില്ല, കുറച്ചുകൂടി പറ്റി. കാൽമുട്ട് അടുത്ത് വന്നോണ്ട് ചിലക്ക് അത്രയും പറ്റിയില്ല. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നടുവേദനക്കുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതൊന്നും നടുവേദന വിശ്രമിക്കാതെ കൈ നിന്നോ കാൽമുട്ട് നല്ലോണം ഉയർത്തി വെക്കുക. ഇങ്ങനെ വിശ്രമിക്കും. ഇവിടെ ശ്വാസം എടുക്കുമ്പോൾ ഇത് വളരെ ആസനമാണ്. മൊയൽ എടുക്കുന്ന ഈ അവസ്ഥയാണ് കണ്ടിട്ടുണ്ടാവില്ലേ? അവിടെ ഒരു ശ്വാസം എടുക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇതിന് പറയാം റേപ്പിഡ് പോസ് എന്ന് പറയും, അല്ലെങ്കിൽ ശശാസനം എന്ന് പറയും. ചില പുസ്തകത്തിൽ ശശാങ്കാസനം എന്ന് പറയും. നല്ല സുഖമായിട്ട് ഈ അവസ്ഥ എന്ന് ഇരിക്കുക. അപ്പം നമ്മൾ ഇരുന്നുകൊണ്ട് ശശാങ്കാസനം ചെയ്ത് പിന്നെ വ്യാകരണം. ഇനി പ്രാണായാമത്തിൽ ഒരൊറ്റ പ്രാണായാമത്തിൽ വയ്ക്കപ്പെടുക. ഭ്രമരം എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടിന് ശബ്ദം ഉണ്ടാവും അല്ലേ? ശബ്ദം തേഞ്ചിക്കും ഒരു മൂളിച്ച ആ ശബ്ദത്തോടുകൂടി ഉള്ള പ്രാണായാമം. ഈ പ്രാണായാമത്തിൽ പ്രത്യേക USA ഡോക്ടർ ഈ പ്രാണായാമത്തിൽ 6 തവണ ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ വായലും മൂക്കിലില്ലേ നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഏത് വൈറസ് ആയാലും ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാനാണ് സാധിക്കുന്നത്. അത്ര പ്രാധാന്യം പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കല്ലേ? നിങ്ങളൊന്ന് കൈയൊന്ന് ചെവിയിൽ വെക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യും കുറച്ചുകൂടി സുഖം കിട്ടും. കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ മുഴക്കം കിട്ടും. ആ കൈ ചെവിയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഈ അമർത്തൊന്നും വേണ്ട, ശ്വാസം ദീർഘമായി എടുക്കുക. ഇനി വീണ്ടും ശ്വാസം എടുക്കുക. കൈ താഴ്ത്തി വെക്കുക. ചെക്കിയത് 2 തവണ പോരാ, 6 തവണ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യും. കാലം നീട്ടി വെച്ചിട്ട് അവസാനം നമുക്ക്
കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കണം. നിങ്ങൾ 3 മിനിറ്റോ 5 മിനിറ്റോ വിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സുഖമായി ഇടത് ഭാഗത്ത് ചേർന്ന് കിടക്കുക, മലർന്ന് കിടക്കുക. ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും സമയം കിട്ടുന്നില്ല. എങ്ങനെ നമുക്ക് വിശ്രമത്തിലേക്ക് പോകുന്നുണ്ട്, കുറച്ച് സമയം വിശ്രമത്തിലേക്ക് അതേക്കെ വിശ്രമം. ഈ അവസ്ഥയിലെത്തി കണ്ണടച്ച് വെക്കുക. ഇവിടെ ദൈവത്തില്ലേ പുറമുള്ള ശബ്ദമൊക്കെ കേൾക്കുക, കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുക, ചെറിയ ശബ്ദം കേൾക്കുക, മഴയുടെ ശബ്ദം കേൾക്കുക, കാറ്റിൻ്റെ ശബ്ദം കേൾക്കുക. നല്ല വിശ്രമം കൊടുക്കുക. വലത് കാലം വിശ്രമിക്കുക, ഇടത് കാലം വിശ്രമിക്കുക, വയറിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും വിശ്രമിക്കുക, വലത് കൈയും ഇടത് കൈ വിശ്രമിക്കുക, വലത് കഴുത്തിൻ്റെ ഭാഗവും മുഖത്തെ പേശികളും തലയുടെ ഭാഗവും പൂർണ്ണ വിശ്രമം കൊടുക്കുക. ഭാരം കുറഞ്ഞൊരവസ്ഥയായിരുന്നു. നെഞ്ചിനൊക്കെ ഭാരം കണ്ട് ചിലപ്പോൾ കുറഞ്ഞ് നല്ല സുഖം തോന്നും. തലയിനുള്ളിലോ ഭാരം കുറഞ്ഞ് എന്തൊരു സുഖം തോന്നും. വളരെ വിശ്രമം കിട്ടട്ടെ. ഇനി അല്പനേരം ശ്വാസഗതി ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ച് നേരം ശ്വാസഗതി ശ്രദ്ധിക്കുക. ശ്വാസം തന്നെ ശ്രദ്ധ കൊടുക്കുക. ശരിക്കും ഒരു 3 മിനിറ്റ് സമയമില്ലാത്തൊക്കെ 3 മിനിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെ 7 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. മനസ്സൊക്കെ വളരെ ഏകാഗ്രതയിലേക്ക് എത്തുന്നൊരവസ്ഥ വരും. നല്ലൊരു പ്രസരിപ്പ് മുഖത്ത് കാണും. അത് അത്രയും സമയം ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കുറച്ച് സമയം സൂചിപ്പിക്കുന്നത് അത്രയും സമയം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇടത് ഭാഗത്ത് ചേർന്ന് കിടത്ത് എഴുന്നേറ്റ് ഇരിക്കുക. നട്ടല് നിവർത്തി കണ്ണടച്ച് ചമ്രമണിഞ്ഞിട്ടോ പത്മാസനത്തിലോ നിങ്ങൾക്ക് സുഖം തോന്നുന്ന അവസ്ഥയിൽ ഇരിക്കുക. യുവർ ബോഡി സ്ട്രെയിറ്റ്, ക്ലോസ് യുവർ ഐസ്, റിലാക്സ് യുവർ ബോഡി, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശാന്തമായ അവസ്ഥ നിങ്ങൾ അറിയുക. നല്ല വിശ്രമാവസ്ഥ അറിയുക. വെള്ളം പുഞ്ചിരിയോടുകൂടി ഈ ഒരവസ്ഥ അറിയുക. ഇനി നല്ല മുന്നോട്ടത് പിരിയുക. മുന്നോട്ട് പിരിഞ്ഞതിന് ശേഷം കൈ നീട്ടി വെക്കുക, ഉയർന്നിരിക്കുക. അതിനുശേഷം കൈയൊന്ന് കൂട്ടി തടവുക, കണ്ണിൻ്റെ ഭാഗം തടവുക, നെഞ്ചിൻ്റെ ഭാഗം നിങ്ങൾ തടവുക, തലയൊന്ന് തടവുക, ശരീരം മുഴുവനും തടവുക. ഈ കൈയൊന്ന് കൂട്ടി വെക്കുക. നല്ല സന്തോഷത്തോടെ നമ്മളെല്ലാവരും നന്ദി വഴി ഈ ലോകത്തിൽ ഒരുപാട് പേര് വ്യക്തികൾ, ജീവജാലങ്ങൾ, ചരാചരങ്ങളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞു ജിയോടുകൂടി കണ്ടു തുറക്കുക. നമസ്തേ നമസ്തേ. നമ്മൾ ആദ്യം നന്ദി പറയുന്നത് അവർ രക്ഷാക്കന്മാരാണ് അല്ലേ. അവരെന്തേ നമുക്ക് ഇതൊക്കെ ചെയ്ത് അവരാണ് നമ്മൾ പ്രതീക്ഷ നേടുന്നത്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറഞ്ഞു. വേറൊരു കാര്യമില്ല, നമുക്കിതൊക്കെ ചെയ്ത് വരുമ്പോൾ ശരിക്കും നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് 10 മിനിറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിലുണ്ടാകുന്ന മാറ്റം അത് അതിൻ്റെ സയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ മാനസിക പ്രയാസങ്ങളുണ്ടാകും, നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രയാസപ്പെടും. നമ്മൾ ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ അമിതമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. അഡ്രിനൽ ഗ്രന്ഥി, അഡ്രിനാൽ ശരീരത്തിൽ കാരണം അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ശ്വസന വേഗത കൂടും, നമുക്ക് എല്ലാ പ്രവർത്തനം അമിതമായ വേഗതയും. അപ്പോൾ അതിന് ശാന്തത ഏൽപ്പിക്കാൻ നമ്മൾ യോഗ ചെയ്ത് നല്ല സുഖത്തിലേക്ക് എത്താൻ പറ്റും. ഇതേപോലെ അന്തസ്രാവ ഗ്രന്ഥികൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മറ്റൊരു ഘടകമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോൺസിൻ്റെ ഇടയ്ക്കുള്ള ജൈവരാസ പ്രക്രിയ ഘടകങ്ങളാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട 4 ഒന്ന് എൻഡോർഫിൻ എന്ന് പറയും, മറ്റൊന്ന് ഡോപ്പമിൻ എന്ന് പറയും, മറ്റൊന്ന് സെറാട്ടോണിൻ എന്ന് പറയും, മറ്റൊന്ന് ഓക്സിറ്റോസിൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു 10 മിനിറ്റ് യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശ്രമം കിട്ടിയാൽ ഒരു പുഞ്ചിരി ഇങ്ങനെ നമുക്ക് അറിയാതെ നമുക്ക് തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഡോപ്പമിൻ ശരീരത്തിൽ പുറപ്പെടുവിക്കാൻ പറ്റും. അതേ വളരെ ശരിയായ അവസ്ഥയിൽ ആവശ്യമുള്ള നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞില്ല. നമ്മൾ മൂഡ് മാറി നമ്മൾ രാവിലെ തന്നെ എണീക്കണം, അയ്യോ പറ്റില്ല, എന്തൊരു ഇതൊക്കെ നമ്മുടെ മൂഡ് മാറുന്നതാണ്. ഈ മൂഡ് ചേഞ്ച് ചെയ്യാൻ പ്രധാന കാരണം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, ശരിയായ അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് എപ്പോഴും ഹാപ്പി, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അതിനൊക്കെ സഹായിക്കും. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകാം, ഈ പരീക്ഷ നന്നായി ചെയ്തി വരണേ എന്നൊക്കെ പറയുക, നല്ല സന്തോഷിപ്പിക്കുക, ഒരു അനുഗ്രഹം കൊടുക്കാനിരിക്കുക, അത് വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരീരത്തിൽ ആവശ്യത്തിന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ പറയും മോളെ, അല്ലെങ്കിൽ അച്ഛൻ പറയും
മോളെ നീ പഠിച്ച നിങ്ങൾക്ക് എത്ര പഠിച്ചോ, നീ അങ്ങനെ എഴുതി വന്നു, നീ വിജയിക്കട്ടോ ആശീർവദിച്ചെന്നെ. അപ്പോഴും ഡോക്ടർ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടായിക്കോളും. അതേപോലെ സ്നേഹമൊക്കെ നല്ല വാത്സല്യത്തോടുകൂടി പരീക്ഷ എഴുതി നന്നായിട്ട് വന്നു പ്രയാസപ്പെടണമെന്ന് പറയുമ്പോൾ ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഓക്സിറ്റോക്സിൻ ആവശ്യം. അതേപോലെ നിങ്ങൾ കുറച്ച് സമയം വെയിൽ കൊണ്ട് കുറച്ച് സമയം ഈ മ്യൂസിക്കൊക്കെ കേൾക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തോളൂ. ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ ചിലപ്പോൾ സെറോട്ടോണിൻ തന്നെ ആ ഘടകം കുറഞ്ഞു പോയാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി കാണും. ടെൻഷൻ കൂടി ഡിപ്രഷനിൽ പോകും. പിന്നെ പരീക്ഷയ്ക്ക് എഴുതാനും പറ്റില്ല, അത് കോളേജിൽ പോകാൻ പറ്റും. ഇവിടെ എത്ര കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ വരാറുണ്ടെന്നറിയോ? +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കഴിഞ്ഞ് ഒക്കെ പോകുന്ന മെഡിസിന് പോകുന്ന ബിടെക്കിന് പോകുന്ന കുട്ടികളൊക്കെ കോളേജ് ബ്രേക്കായിട്ട് വരാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 20 മിനിറ്റ് അരമണിക്ക് യോഗ ചെയ്യിക്കലാണ്. കാരണം അവരെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് ശരിയായിട്ട് മാറ്റലാണ്. അത് സംഗീതം മുഖ്യ ഘടകമാണ്. സപ്തം നിങ്ങളെ കൊടുത്തിട്ട് എന്നെ സംഗീതം പഠിച്ചവരുണ്ടാവും അല്ലേ? സപ്തസ്വരങ്ങൾ ഒന്ന് ആലോചിച്ചു അല്ലേ? ഒന്ന് നേരെ ഇരിക്കുക. നിങ്ങളൊന്ന് വെറുതെ ഇല്ല, കണ്ണടച്ചിട്ട് നിങ്ങൾ ഈ ആലോചിക്കുന്ന സ്ഥലത്ത് നട്ടലിൻ്റെ താഴത്തെ നിന്ന് മേലോട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുത്താണ്, കീഴ്പോട്ട് ശ്രദ്ധ കൊടുക്കുക. സപ്തസ്വരത്തിന് വെറുതെ ശ്രദ്ധ മുകളിലോട്ട് നട്ടലിലേക്ക് കൊടുത്താൽ നട്ടലിൻ്റെ ഉള്ളിലൂടെ നല്ല സുഖത്തോടുകൂടി ഇതൊരവസ്ഥ. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ലഭിക്കുന്നതിന് ഒരു ചെറിയ സമയം തന്നെ നിങ്ങൾ യോഗയ്ക്ക് നീക്കി വെക്കുക, കൃത്യമായി യോഗ പരിശീലിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും. ഈ സുഖം കിട്ടുന്നതിന് ഒരു പ്രധാന കാരണമാണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിന് കാരണം നമ്മുടെ മനസ്സിന് ബോധമനസ്സ് ഇന്ന് അവിടെ അമർന്ന് ഉപബോധ മനസ്സ് വൃത്തിയാണ്. നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാകുമ്പോഴാണ്, ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുക. ഉപബോധ മനസ്സ് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചോ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ ധ്യാനത്തിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് മാത്രം ഫലപ്രദമായിരിക്കും. യോഗ നിങ്ങൾ കൃത്യമായി പരിശീലിക്കുക. രക്ഷിതാക്കൾ പ്രത്യേക താല്പര്യം എടുക്കുക. നിങ്ങൾ കുട്ടികൾക്കും അങ്ങനെ ചെയ്യുക. അധ്യാപകരോട് നമുക്ക് ഈ ഒരു അവസരം നിങ്ങൾ യോഗ ചെയ്യാനുള്ള ആ സന്ദേശമാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. നിങ്ങൾ പരിശീലിക്കുക. നല്ല പുഞ്ചിരിയോട് ഇത്രയും സമയം കേട്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ദി. ഇപ്പോൾ നിങ്ങൾ കണ്ടു കുറേ ആസനങ്ങൾ കണ്ടു, ലളിതമായ ആസനങ്ങൾ കണ്ടു. ഇനി നമുക്ക് അതിൽ കുറച്ച് പ്രയാസമുള്ള ആസനങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കും. അതിനുശേഷം കുറച്ച് ആസനം ഞാനിത് കാണിക്കുന്നുണ്ട്. നിങ്ങളെന്ത് ആഗ്രഹമില്ല എന്ത് ചെയ്യാം. അത് യോഗയിൽ വളരെ പ്രയാസമുള്ള ആസനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ചെയ്യരുത്. നിങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ശരി, വരും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കുക. കാല് നല്ലോണം വിടർത്തി സുഖമായിട്ട് അമർന്നിരിക്കുന്ന ആസനം. എൻ്റെ പേര് പറയും ആഞ്ജനേയാസനം. സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അത് മുന്നോട്ട് ബെൻഡ് ചെയ്യാം. അതിന് പറയാം ഭൂനാനാസനം.
ഫോഴ്സാണ്, എളുപ്പമല്ല, കുറച്ച് പ്രയാസമുള്ള ആസനം. അവിടെ നിന്ന് കാല് ടച്ച് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് വയ്യത് ഇരിക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു ആസനം ആയിക്കോട്ടെ. നിന്നുകൊണ്ട് ചെയ്യുന്ന സ്ട്രെച്ചിങ് ചെയ്ത് നല്ല പ്രയാസമുള്ള ആസനമാണ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല, കുറച്ച് കാലത്തെ പരിശീലനം കൊണ്ട് കിട്ടേണ്ടതാണ്. ഏത് അപ്പോൾ വളരെ ക്ഷമയോടുകൂടി പരിശീലനം ചെയ്തെങ്കിൽ മാത്രമേ ഈ അവസ്ഥ കിട്ടുള്ളൂ. ശരി, ഇനി അടുത്ത പരിശീലനം ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് പൂർണ്ണ ഭുജംഗാസനം. നമ്മൾ നേരത്തെ ഭുജംഗാസനം കണ്ടു, അതിൽ അഡ്വാൻസ് കാല് തല വയറുക, അതിനുശേഷം കാലിന് തലയിൽ ടച്ച് ചെയ്യുക. പൂർണ്ണ ഭുജംഗാസനം നല്ല പ്രയാസമുള്ള ആസനമാണ്. കുറച്ച് കാലത്ത് പരിശീലനം കൊണ്ട് കിട്ടണം, കുറച്ചല്ല നല്ല കാലത്ത് പരിശീലനം കൊണ്ട് കിട്ടണം. നല്ല താഴെ. അതേപോലെ തന്നെ ധനുരാസനം എന്നൊരു ആസനമുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ കാണിക്കുക. നിങ്ങളിന്ന് പോയിട്ട് ചെയ്യാനെന്നുള്ളതല്ല ഉള്ളത്. മടക്കുക വളരെ ഇവിടെ നമ്മൾ കുട്ടിക്കൂട്ടത്തിൽ ഗ്രൂപ്പുണ്ട്. ഇവരൊക്കെ എൻ്റെ മെമ്പേഴ്സാണ്. അവരൊക്കെ ദിവസം യോഗ ചെയ്ത് ദിവസം യോഗ ചെയ്ത് അങ്ങനെ വരെ പൂർണ്ണ ധനുരാസനം. അപ്പോൾ നട്ടലൊക്കെ നല്ലോണം വലിയിരിക്കും. നട്ടലിന് എത്ര മുന്നോട്ട് വളയ്ക്കുന്നു അത്രയും നമുക്ക് ആരോഗ്യം കിട്ടും. അതിന് മെല്ലെ താഴെ പ്രത്യേകം ശ്രദ്ധിക്കണത്. ഇത് കാണാൻ വേണ്ടി മാത്രമേ കാണിച്ചതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാനല്ല കേട്ടത്. ഇനി ഇരിക്കുക. നമുക്ക് രാജകപോലം ചെയ്യും. ഇനി സുഖമായിരിക്കും. ഇത് ആഞ്ജനേയാസനം തന്നെ. അതിൽ പിന്നിലേക്ക് അത്ര പ്രയാസമില്ല, എളുപ്പമല്ല. നല്ല കഠിനമായ ശ്രമം നടത്തിയിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പം ചെയ്യുന്നത്. അത് തീവ്രമായ ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞാൻ ചെയ്യാൻ. അത് തീർച്ചയായും കൊണ്ടുപോകണം. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ശരി, നമ്മൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്കിവിടെ തപോവൻ്റെ കുട്ടിക്കൂട്ടത്തിൽ ഗ്രൂപ്പുണ്ട്. കുട്ടികളെ നല്ലോണം പരിശീലിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. യോഗ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒക്കെ ചെയ്യുന്നു. കുറച്ച് ആസനങ്ങൾ കാണിക്കാൻ കിടന്നിട്ട് ചെയ്യുന്ന ഒരാസനം. ഇത് ഹലാസനമാണ് ചെയ്ത് കാണിക്കുന്നത്. അടുത്തത് യോഗ ശയനം. മറ്റൊന്ന് യോഗ നിദ്രാസനം. ഇരുന്നുകൊണ്ടുള്ള മറ്റൊരാസനം നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. ചെറിയ കുട്ടികളിലെ ഈ അവസ്ഥ. മറ്റൊരാസനം ഇരുന്നുകൊണ്ടുള്ള ആസനം. ഇത് കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണാം. കരിങ്ങനെ വെച്ചിട്ട് മൂക്കിൻ്റെ അടുത്തേ കാലുണ്ട്, വായ കുടിക്കുന്നത് കാല് കുടിക്കുക എന്ന് പറയാറില്ലേ, നാസിക സ്പർശനാസനം. അത്
ചെയ്ത് ശീലമായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരാസനമാണ് ഈ ഒരു ആസനം. ഇത് കുറച്ച് പ്രയാസമുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യരുത്. ഇതിന് പറയുക ഗോരക്ഷാസനം അല്ലെങ്കിൽ മൂലബന്ധാസനം. നമുക്ക് മോഹൻജദാര ഹാരത്തിൽ കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ശിവന്റെ രൂപത്തിൽ ഈ ആസനം കാണാൻ സാധിച്ചു. ഈ പരിപാടി ഇത്രയും സമയം വീക്ഷിച്ച വിദ്യാർത്ഥികളെ, നിങ്ങൾക്കും അധ്യാപകരെ, രക്ഷിതാക്കളെ, മറ്റ് പ്രധാന അധ്യാപകർ, മറ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എല്ലാവർക്കും പതഞ്ജലി യോഗ റിസർച്ച് സെൻ്ററിൻ്റെ പേരിൽ കൃത്യമായി അഭിനന്ദനം. നമോ